വിശദമായ വാർത്തകളിലേക്ക് പോകുമ്പോൾ ശബരിമലയിൽ നിന്ന് കാണാതായ ദ്വാരപാലക പീഠകം കണ്ടെത്തി. സ്പോൺസർ ഉണ്ണികൃഷ്ണന്റെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് ദേവസ്വം വിജിലൻസ് പീഠം കണ്ടെത്തിയത്. പീഠം കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഉണ്ണികൃഷ്ണൻ നേരത്തെ പരാതി നൽകിയിരുന്നു. സഹോദരിയുടെ വെഞ്ഞാറമൂട്ടിലെ വീട്ടിലേക്ക് കഴിഞ്ഞ 13-ാം തീയതിയാണ് പീഠം മാറ്റിയത്. അതിനു മുൻപ് ജോലിക്കാരന്റെ വീട്ടിലായിരുന്നു പീഠം സൂക്ഷിച്ചിരുന്നത്. വിവാദമായതോടെ ഉണ്ണികൃഷ്ണന്റെ ജോലിക്കാരൻ പീഠം തിരികെ നൽകി. RB സനൂപ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. RB സനൂപ്, അടിമുടി ദുരൂഹതയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ തന്നെ പീഠം കാണാനില്ല എന്ന് പറഞ്ഞ് ദേവസ്വത്തിൽ പരാതി നൽകുന്നു. പിന്നീട് ഉണ്ണികൃഷ്ണന്റെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് അത് കണ്ടെത്തുന്നു. എന്താണ് ഈ കേസിൽ സംഭവിച്ചത്? ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ RB സനൂപ്, കേൾക്കാം. ദ്വാരപാലക ശില്പത്തിലെ ഈ സ്വർണ്ണപ്പാളി അത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടായിരുന്നു വലിയ വിവാദങ്ങൾ ഉണ്ടായത്. ഹൈക്കോടതി പോലും ഇടപെട്ട് അക്കാര്യത്തിൽ വിശദീകരണമടക്കം ദേവസ്വം ബോർഡിനെ തേടിയിരുന്നു. ആ സമയത്താണ് ഇത് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റൊരു കാര്യം കൂടി പറയുന്നത്. ഈ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശി നൽകുന്ന സമയത്ത് 2 പീഠങ്ങൾ കൂടി താൻ കൊടുത്തുവിട്ടിരുന്നു എന്നുള്ള ഒരു കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയാണ് ഇതിൽ ഈ പീഠം എവിടെ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വരുന്നതും ഹൈക്കോടതിയിൽ നിന്നുള്ള ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നതും. ഈ പീഠം ദേവസ്വം ബോർഡ് എടുത്തുകൊണ്ട് പോയി എന്നുള്ള ആരോപണങ്ങളടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. 2019 കോവിഡ് സമയത്താണ് ഈ ഒരു സ്വർണ്ണ ദ്വാരപാലക ശില്പത്തിനോടൊപ്പം തന്നെ പീഠം കൂടി കൊടുത്തുവിട്ടത്. ആദ്യത്തെ പീഠം അത് ചേരാത്ത കൊണ്ട് തന്നെ മറ്റൊരു പീഠം കൂടി നിർമ്മിച്ച് നൽകിയിരുന്നതായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നുണ്ട്. അന്നൊരു ജീവനക്കാരന്റെ കൈവശമാണ് ഇത് കൊടുത്തുവിട്ടിരുന്നത്. അതാണ് കാണാതെ പോയതെന്നുള്ള ആരോപണവുമായിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ മുമ്പോട്ട് വന്നത്. തുടർന്നിപ്പോൾ വിജിലൻസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് തിരുവനന്തപുരം വെഞ്ഞാറമൂടുള്ള സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഈ പീഠങ്ങൾ കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായിട്ട് തുടരന്വേഷണവും മറ്റുമൊക്കെ വേണം. അടിമുടി ദുരൂഹതയുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ദേവസ്വം വിജിലൻസും വ്യക്തമാക്കുന്നത്. അവർ നാളെ തന്നെ 30-ാം തീയതിക്കകം റിപ്പോർട്ട് സമർപ്പിച്ചാൽ മതിയെന്നാണ് ഹൈക്കോടതിയിൽ നിന്നുള്ള നിർദ്ദേശം വന്നിട്ടുള്ളത്. പക്ഷേ നാളെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ നൽകും. എന്നിട്ടൊരു തുടരന്വേഷണം അടക്കം ഇതിൽ വേണമെന്നായിരിക്കും ആവശ്യപ്പെടുന്നത്. കാരണം ഈ കാണാതെ പോയെന്ന് പറഞ്ഞ അതേ സ്പോൺസറിന്റെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഇത് കണ്ടെത്തുന്നത്. ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലെന്ന് പറയുന്നത് ഈ 2019 ഈ പറയുന്ന പീഠം കൊണ്ടുവരുന്ന സമയത്ത് അത് ചേരാത്തത് കൊണ്ട് തന്നെ അത് തിരികെ ഈ ജീവനക്കാരൻ കൊണ്ടുപോയി എന്നാണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ളത്. തുടർന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ ഇത് സൂക്ഷിക്കുകയും അത് പിന്നീട് അതിൽ പ്രശ്നമൊക്കെ ഉണ്ടാവുമെന്ന് കാണിച്ചുകൊണ്ട് അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലേക്ക് തന്നെ കൈമാറുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് ഈ മാസം 13-ാം തീയതിയാണ് അത് ബന്ധു വീട്ടിലേക്ക് മാറ്റിയത്. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ പറയുന്ന പീഠം എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിയാം എന്നുള്ള കാര്യമാണ് ദേവസ്വം വിജിലൻസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്തിനായിരുന്നു ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത്, പീഠം കാണാതെ പോയി എന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്നുള്ള ഒരു റിപ്പോർട്ടായിരിക്കും ഒരുപക്ഷെ ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ നൽകാൻ ഉദ്ദേശിക്കുന്നത്. ആരോപണ മുനയിലായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇത്രയും ദിവസവും നിന്നിരുന്നത്. അതിനിടയിലായിരുന്നു ശബരിമല അയ്യപ്പ സംഗമം അടക്കം നടത്തിയത്. അപ്പോൾ പോലും ഈ പറയുന്ന പീഠങ്ങളടക്കം കാണാതെ പോയത്. സ്വർണം കട്ടു എന്നുള്ള ആരോപണമൊക്കെ BJPയുടെ ഭാഗത്തു നിന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുമൊക്കെ വലിയ രീതിയിലുള്ള ആക്ഷേപം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഏറ്റുവാങ്ങേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ പീഠം കണ്ടെത്തിയതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വലിയ ആശ്വാസം തന്നെയാണ്. ഹൈക്കോടതിയുടെ കയ്യിലിരിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതികരണത്തിനില്ല എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അദ്ദേഹം കൊട്ടാരക്കരയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഒരു ആശ്വാസം ദേവസ്വം ബോർഡിന് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. കാരണം ആരോപണ മുനകളിൽ അതിൽ ഒരു കഴമ്പുമില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയത്. പക്ഷേ അപ്പോഴും ഉയർന്നു വരുന്ന ചോദ്യം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് സ്പോൺസറായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ഈ പീഠങ്ങൾ കാണാനില്ല എന്ന് പറഞ്ഞത്? അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായിരുന്നു, അത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവനക്കാരനാണ് ഇതാദ്യം സൂക്ഷിച്ചിരുന്നത്.
പിന്നെ ഇപ്പോൾ ബന്ധുവീട്ടിലേക്ക് മാറ്റിയതടക്കം എല്ലാ കാര്യങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിയാമായിരുന്നു. എന്നിട്ടും എന്തിനു വേണ്ടിയാണ് പീഠങ്ങൾ കാണാനില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിച്ചത്? ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ വിവാദങ്ങളൊക്കെ എന്തിനാണ് തിരികൊളുത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. അതിലെല്ലാം തന്നെ ഒരു തുടരന്വേഷണം വേണമെന്നുള്ള കാര്യം തീർച്ചയായിട്ടും ദേവസ്വം വിജിലൻസും ആവശ്യപ്പെട്ടേക്കും കോടതിയിൽ. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതലായിട്ടുള്ള സമഗ്ര വിവരങ്ങൾ ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകും എന്ന കാര്യം നമുക്ക് ഉറപ്പിക്കാം. ഏതായാലും വാർത്തയുടെ സമഗ്രമായ വിവരങ്ങൾ നൽകുകയായിരുന്നു RB സനു.